ബ്രെയിൻ സ്റ്റോം യൂസിങ് നോഷൻ. നമ്മളിപ്പോൾ ഇതെല്ലാം കൊളാപ്സ് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇഫ് ഐ ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഐ എം എഫക്റ്റീവ്. ഇതിനകത്ത് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമ്മളെല്ലാവരും ഡെയിലി ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻസ് എല്ലാം കൂടി ബ്രെയിനിലേക്ക് കയറി ചെന്നിട്ട് അത് ആകെപ്പാട് ഒരു പുകയാവും. ഈ പുകനെ പറയുന്ന വേറൊരു പേരാണ് ഓവർ തിങ്കിങ്. ഇത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഇൻഫർമേഷൻസ് ഫുൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ എല്ലാം ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ബാഡ് ഹാബിറ്റ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവർ തിങ്ക് ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലി നമ്മൾ ഉള്ളിൽ ജനറേറ്റ് ചെയ്ത ഐഡിയാസും പ്രോസസ്സ് ചെയ്ത ഐഡിയാസ് എല്ലാം സിംപ്ലി ഉപയോഗിച്ച് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ മതി. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സിംപ്ലി ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഒരുപാട് ഓവർ തിങ്കിങ് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും, ക്ലിയർലി തിങ്ക് ചെയ്യാൻ കഴിയും, നല്ലൊരു ഐഡിയയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്മാനോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് റൺ ചെയ്യുന്ന ഒരാളോ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബിസിനസ് അതിന്റെ ക്രിയേറ്റീവ് മൈൻഡിൽ ബിൽഡ് ചെയ്ത് എന്നിട്ടാണ് റിയാലിറ്റിയിലേക്ക് ആ ബിസിനസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു $1 മില്യൺ ബിസിനസ് ആക്കാനുള്ള ഈ സ്റ്റെപ്പ് ഈ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അത് റിയാലിറ്റിയിലേക്ക് കൂടുന്നത്. അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കുമ്പോൾ അതിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, കുറച്ച് ഇൻഎഫക്റ്റീവ്നെസ് ഉണ്ട്. കാരണം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുമ്പോൾ അതിൽ തെറ്റുകൾ പറ്റിയിട്ട് കുത്തി കഴിഞ്ഞിട്ട് ഒഴിവാക്കും. അല്ലെങ്കിൽ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഐഡിയ ആക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രസന്റബിൾ അല്ല, അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെങ്കിലും ഡിജിറ്റൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ഐഡിയാസ് എല്ലാം എടുത്തിട്ട് ഒരു സെക്കൻഡ് ബ്രെയിൻ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ആയിട്ട് നോഷൻ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നോഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഓവർ തിങ്കിങ് ബ്രേക്ക് ചെയ്യാം, എങ്ങനെ ക്ലിയർലി തിങ്ക് ചെയ്യാം, ആ തിങ്ക് ചെയ്ത കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതെങ്ങനെ ഒരു സക്സസ്ഫുൾ ഐഡിയയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നോഷന്റെ ബേസിക് ഇന്റർഫേസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഈ പ്രൈവറ്റിന്റെ അകത്ത് പോയാൽ പ്രൈവറ്റിന്റെ അകത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ പ്രൈവറ്റിനകത്ത് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഞാൻ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്, ബ്രെയിൻ സ്റ്റോം യൂസിങ് നോഷൻ എന്ന് കൊടുക്കുകയാണ്. ഇതിന് നല്ലൊരു ഒരു കവർ കൊടുത്തു, ഒരു ഐക്കൺ കൊടുത്തു, ബ്രെയിൻ ഐക്കൺ കൊടുത്തു. ഈ പേജ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ബ്രെയിൻ സ്റ്റോമിങ് യൂസിങ് നോഷൻ. എൻ്റെ പേഴ്സണൽ പേജ് ഞാൻ കൊളാപ്സ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രൈവറ്റിനകത്ത് ഇത്രയും പേജുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവസാനത്തെ ഈ പേജായിട്ടുള്ള ബ്രെയിൻ സ്റ്റോം യൂസിങ് നോഷൻ എന്നുള്ള പേജാണ്. ഈ പേജിൽ ഞാൻ എൻ്റെ ഒരു ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ലൈഫ് റൺ ചെയ്യാനുള്ള ഹാബിറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ അതിനറൗണ്ട് ആയിട്ടുള്ള എൻ്റെ തോട്ട്സ് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഐഡിയയിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നോഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിലേക്ക് എത്താം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.